ഹായ് വെൽക്കം ടു മൈറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷൻ കാർഡിന്റെ KYC വെരിഫിക്കേഷൻ, ദാറ്റ് മീൻ ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ റേഷൻ കാർഡുകൾ കൺസിഡർ ചെയ്താൽ നമുക്ക് ബേസിക്കലി 4 കളറിലുള്ള റേഷൻ കാർഡുകളുണ്ട്. അതായത് യെല്ലോ കാർഡ്, പിങ്ക് കളറിലുള്ള കാർഡ്, ബ്ലൂ കളറിലുള്ള കാർഡ്, വൈറ്റ് കളറിലുള്ള കാർഡ്. അതായത് AAY അന്ത്യോദയ അന്യോജന സ്കീമിൽപ്പെട്ടവർ, BPL സ്കീമിൽപ്പെട്ടവർ. അതിനകത്ത് APL-നകത്ത് 2 കാറ്റഗറി ഉണ്ട്. ഫോർ എക്സാമ്പിൾ, പ്രയോറിറ്റി സെക്ടറിലുള്ളത്, നോൺ പ്രയോറിറ്റി സെക്ടറിലുള്ളവർ. ഓക്കെ, സോ അതനുസരിച്ച് ഓരോരുത്തർക്കും എടുത്ത ബെനിഫിറ്റുകളിലൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇലക്ട്രോണിക് KYC അല്ലെങ്കിൽ ഈ KYC വെരിഫിക്കേഷൻ നടത്തേണ്ടത് BPL വിഭാഗത്തിൽപ്പെട്ടവരും AAY വിഭാഗത്തിൽപ്പെട്ടവരുമാണ്. അതായത് അന്ത്യോദയ അന്യോജന സ്കീമിൽപ്പെട്ടവരും അതുപോലെ തന്നെ ബിലോ പോവർട്ടി ലൈൻ സ്കീമിൽപ്പെട്ടവരും. നിങ്ങളുടെ റേഷൻ കാർഡിന്റെ കളർ പിങ്ക് കളറോ യെല്ലോ കളറോ ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ KYC പ്രൊസീജിയർ ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ എന്താ പറയുക, APL കാറ്റഗറിയിൽപ്പെട്ടവർ ഈ KYC പ്രൊസീജിയർ ചെയ്യേണ്ടതില്ല. കാരണം നിങ്ങളുടെ റേഷൻ വിഹിതത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനുമാണ്. ഫോർ എക്സാമ്പിൾ, BPL സ്കീമിലോ അന്ത്യോദയ അന്യോജന സ്കീമിലോ പെട്ടവര് അവരുടെ കോൺട്രിബ്യൂഷൻ ലഭിക്കുന്നതെന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നാണ്. അപ്പോൾ ആ കോൺട്രിബ്യൂഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഈ KYC പ്രൊസീജിയർ തീർക്കേണ്ടത്. ഈ KYC പ്രൊസീജിയർ നിങ്ങൾ തീർക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ KYC ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളും ഈ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ ആളുകളും നിങ്ങൾക്ക് റെസ്പെക്ട് ഏത് റേഷൻ കാർഡിൽ വേണം, ഏത് റേഷൻ ഷോപ്പിൽ വേണമെങ്കിലും കേരളത്തിലുള്ള ഏത് റേഷൻ ഷോപ്പിൽ വേണമെങ്കിലും പോയിട്ട് അവിടുത്തെ POS മെഷീനിൽ നിങ്ങളുടെ വിരൽ പതിച്ച് നിങ്ങൾ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യണം. അതായത് നിങ്ങളുടെ വിരൽ വിളിച്ച് അപ്ഡേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ മസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കൃത്യമായിട്ട് മസ്റ്റായിട്ടും നിങ്ങളുടെ ഡേറ്റ എൻ്റർ ചെയ്യണം. ദാറ്റ് ഈസ് കോൾഡ് മസ്റ്ററിംഗ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബയോമെട്രിക് ഇൻഫർമേഷൻ ഇൻപുട്ട് കൊടുക്കണം. ഇത് എന്തിനാ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ സ്കീമിൽ പെട്ട ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ കാർഡിൽപ്പെട്ട ആരെങ്കിലും ഇപ്പൊ അവൈലബിൾ അല്ലാതെ ഉണ്ടോ, അപ്പൊ അങ്ങനെയുള്ളവരുടെ എല്ലാ ബെനിഫിറ്റുകൾ റിമൂവ് ചെയ്യാനായിട്ടും അർഹരായവർക്ക് മാത്രം, അല്ലെ അർഹരായവരുടെ എണ്ണത്തിൽ മാത്രം ബെനിഫിറ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടാനും വേണ്ടിയിട്ടാണ് ഈ പറയപ്പെടുന്ന മസ്റ്ററിംഗ് പ്രൊസീജിയർ നടപ്പിലാക്കുന്നത്. അപ്പൊ അതായത് ഈ അന്ത്യോദയ അന്യോജന സ്കീമിലും അല്ലെങ്കിൽ BPL സ്കീമിലും BPL കാറ്റഗറിയിലും പെട്ട ആളുകളാണ് ഈ KYC നടപ്പിലാക്കുന്നത്. അതിന് ആ കാർഡിൽപ്പെട്ട എല്ലാ ആളുകളും പോവേണ്ടതാണ്. ഓക്കെ, നിങ്ങൾ കേരളത്തിലുള്ള ഏത് റേഷൻ കടയിൽ പോയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ പറയപ്പെടുന്ന റേഷൻ ഷോപ്പിൽ പോയി നിങ്ങളുടെ ബയോമെട്രിക് കൊടുക്കുമ്പോൾ POS മെഷീനിൽ ഇത് വാലിഡ് ആവുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ നിങ്ങളുടെ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാണും. നെറ്റ്വർക്ക് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും ചെയ്യാൻ പറ്റി, പുറകിലുള്ളവർക്കും ചെയ്യാൻ പറ്റി, നിങ്ങളുടെ മാത്രമാണ് അപ്ഡേറ്റ് ആവാത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ രണ്ടുപേരുടെ അപ്ഡേറ്റ് ആവുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിന് മുമ്പ് പോയി നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒത്തിരി വർഷം പഴയ ആധാർ ആണെങ്കിൽ ആ ഡേറ്റ ഇൻപുട്ട് ആവത്തില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു കാലയളവ് കഴിയുമ്പോൾ നിങ്ങളുടെ ആധാർ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ബയോമെട്രിക് ഇൻഫർമേഷൻസ് ആധാറിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് അപ്ഡേറ്റ് ചെയ്യുന്ന കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് റേഷൻ ഷോപ്പിൽ പോയി ഈ KYC അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, POS മെഷീൻ ഉപയോഗിച്ചിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് അല്ല. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കാണില്ല, അല്ലെങ്കിൽ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഈ KYC ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതാണ് ഈ KYC-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ റേഷൻ ഷോപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഒരാളുടെ പുതിയൊരാളെ അതിനകത്ത് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരാളുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഒരാളെ നിങ്ങൾക്ക് അതിനകത്ത് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആധാർ ഡീറ്റെയിൽ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം എൻ്റെ റേഷൻ കാർഡ് എന്ന് പറയുന്ന ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഈ ഡേറ്റ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. As a token of gratitude, please like to this particular video, share with your friends. Keep watching, keep learning. Thanks for watching. Bye.